ഹലോ, എല്ലാവർക്കും മസാല ദോശ കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ ടേസ്റ്റിൽ നമുക്ക് ഹോട്ടൽ ടേസ്റ്റിൽ മസാല ദോശ വീട്ടിലുണ്ടാക്കാം. അതിന് ഞാനൊരു ചുവന്ന ചട്നി, പിന്നെ നമ്മുടെ കോക്കനട്ട് ചട്നി, പൊട്ടാറ്റോ ബജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ ഏത് ഗ്ലാസ് എടുക്കണോ ആ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ഇഡ്ഡലി റൈസോ അല്ലെങ്കിൽ പച്ചരി എടുക്കുക. റേഷൻ്റെ പച്ചരി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. റേഷൻ്റെ പച്ചരി കൊണ്ട് ഉണ്ടാക്കി ഇതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് പച്ചരി എടുത്തില്ലേ, അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കുക. 4 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്. അതേ സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് അവല് നമ്മൾ മാറ്റിയിട്ട് ഒരു ബൗളിലാക്കി വെക്കണം. ഇപ്പോൾ നനച്ച് വെക്കണ്ട കേട്ടോ. അര ഗ്ലാസ് അവല് നമ്മൾ മാറ്റി വെക്കണം. അത് നമുക്ക് അരയ്ക്കുന്നേക്കാൾ ഒരു 10 മിനിറ്റ് മുന്നോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നോ കുതിർത്തി വെച്ചിട്ട് അരച്ചാൽ മതി. ഇനി ഉഴുന്നെടുത്ത ഗ്ലാസ്സും പച്ചരി എടുത്ത ഗ്ലാസ്സില്ലേ, അതേ ഗ്ലാസ്സിൽ കുറച്ച് കടലപ്പരിപ്പ്, അതായത് അവലെടുത്തേക്കാളും കുറവ്, ഉഴുന്ന് 1 ഗ്ലാസ്, അതിൻ്റെ പകുതി അവല്, അതിനേക്കാളും കുറച്ച് കടലപ്പരിപ്പ്, ഇത് 4, പിന്നെ ഒരു നുള്ള് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴുകി കുതിർത്ത് വയ്ക്കുക. നല്ലപോലെ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കുതിർന്ന് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മണിക്കൂറായിട്ടുണ്ട്. മിനിമം 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ വെച്ചാൽ നല്ലപോലെ പൊന്തി വരും. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്ത് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ കൈ വെച്ച് ഇളക്കി കൊടുക്കുക. നമ്മൾ എത്ര മിക്സ് ചെയ്യണോ അത്രയും സോഫ്റ്റ് ആയിരിക്കും, നല്ലപോലെ പൊന്തിയും വരും. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോണ സമയത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട്, പഞ്ചസാര കൂടരുത്, ഒരുപാട് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഇത് ദോശ ചുട്ടെടുത്തു. ഇനി നമുക്കിതിനെ ചുവന്ന ചട്നി ഉണ്ടാക്കാം. ചുവന്ന ചട്നിക്കായിട്ട് നമ്മളൊരു വലിയ മീഡിയം സൈസ് സവാളയും, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് പൊടിയാണ് ഇട്ട് വെക്കണത്. 1 ടീസ്പൂൺ പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചുവന്ന ചട്നി റെഡി. ഇനി നമുക്ക് പൊട്ടാറ്റോ ബജി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അതിൽ ഉണ്ടാക്കുന്ന പൊട്ടാറ്റോ മസാല എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. അതിനായിട്ട് നമുക്ക് വലിയ സൈസ് 2 സവാള അരിഞ്ഞതും, ഒരു 3-4 പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. പിന്നെ അത് ഞാൻ ഉരുളൻകിഴങ്ങ് ആദ്യം തന്നെ വേവിച്ച് നല്ലപോലെ ഒന്ന് ഉടച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി കടലപ്പരിപ്പും പൊട്ടുകടലയും. അത് നമുക്ക് ടേസ്റ്റ് നിർബന്ധമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇത്തിരി കടലപ്പരിപ്പും ഇത്തിരി പൊട്ടുകടലയും ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് ഏതാണ്ട് ആയി വരുമ്പോൾ, പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കൂടുതൽ മസാല വേണമെങ്കിൽ കൂടുതൽ സവാള ഇടാം കേട്ടോ. ഇതിപ്പോൾ 2 വലിയ സവാള ഞാൻ അരിഞ്ഞതാണ്. ഇത് നല്ലപോലെ കളർ ചേഞ്ച് ഒന്നും ആവണം, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി സവാള ഇട്ടത്. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്ത് പെട്ടെന്നാവും. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ മഞ്ഞളിട്ടത് വീഡിയോയിൽ വന്നിട്ടില്ല, ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് മിക്സ് ചെയ്ത്, അത് ഡ്രൈ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വേണ്ട, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് മല്ലിയില ഇട്ട് നമുക്ക് പൊട്ടാറ്റോ ബജി റെഡിയാക്കാം. അപ്പോൾ നമുക്കിനി കോക്കനട്ട് ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആവശ്യത്തിന് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും, ഒരു ചെറിയ കഷ്ണം സവാളയും, പുളി, പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ അരച്ചെടുക്കുക. നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം.
അതിനായിട്ട് ദോശ എടുത്ത് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചുവന്ന ചട്നി തേച്ച് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെ കഴിക്കാൻ. ഉള്ളിൽ തേച്ചിട്ട് പിന്നെ നമുക്ക് മുക്കി കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇനി അതിൽ മസാല വെച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ മസാല വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്. നമ്മൾക്ക് ടേസ്റ്റിയായ മസാല ദോശ, ഹോട്ടൽ സ്റ്റൈൽ മസാല ദോശ റെഡി. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു നല്ല പെർഫെക്ഷൻ വരുള്ളൂ. നല്ല മണവും നല്ല ക്രിസ്പി നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അളവ് തെറ്റരുത്. കറക്റ്റായിട്ട് നമ്മുടെ ഹോട്ടലിലെ സ്റ്റൈലിൽ മസാല ദോശ കഴിക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് പറയുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.